നാലുപാട് നിന്നും തിരിച്ചടി കിട്ടി മടുത്ത് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാനെത്തിയ വാർത്ത ഇപ്പോൾ ലോകം മുഴുവൻ ആഘോഷിക്കുകയാണ്. എന്നാൽ ഇറാന്റെ ഭാഗത്തുനിന്ന് പുതിയ പ്രഖ്യാപനം വന്നതോടെ യുദ്ധം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഒപ്പം ഇറാന്റെ രഹസ്യങ്ങളുടെ വീഡിയോ കൂടി പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ അധിനിവേശ ശക്തികൾക്കും സാമ്രാജ്യത്വ മോഹങ്ങൾക്കും നേരെ കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള ഒരു അന്ത്യശാസനം കൂടി ഇറാൻ നൽകിക്കഴിഞ്ഞു. അമേരിക്ക, ഇസ്രായേൽ, യൂറോപ്പ് എന്നിവരുമായുള്ള പൂർണ്ണ യുദ്ധത്തിലാണ് ഞങ്ങളെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രഖ്യാപിക്കുമ്പോൾ അത് കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി തങ്ങളെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്ന ബാഹ്യശക്തികൾക്കെതിരെയുള്ള ഒരു ജനതയുടെ മൊത്തത്തിലുള്ള ആത്മാഭിമാനത്തിൻ്റെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട വീര്യത്തിൻ്റെയും പ്രഖ്യാപനം കൂടി ആയി മാറിയിരിക്കുകയാണ്. ഇക്കാലം അത്രയും ഇറാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെറും അതിർത്തിയിലെ വെടിവെച്ചകൾ മാത്രമല്ല, മറിച്ച് അതിനേക്കാൾ ഭീകരമായ സാമ്പത്തിക, സാംസ്കാരിക കടന്നുകയറ്റങ്ങളാണ്. 1980കളിലെ ഇറാൻ-ഇറാഖ് യുദ്ധത്തേക്കാൾ സങ്കീർണമായ ഹൈബ്രിഡ് യുദ്ധമാണ് തങ്ങൾക്കെതിരെ നടക്കുന്നതെന്നാണ് പെസഷ്കിയാൻ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നത്. അന്ന് ശത്രു നേരിട്ടായിരുന്നുവെങ്കിൽ ഇന്ന് അവർ ഉപരോധങ്ങളുടെയും നയതന്ത്ര സമ്മർദ്ദങ്ങളുടെയും നിഴലിൽ ഒളിച്ചിരുന്നാണ് ആക്രമിക്കുന്നതെന്നും സയനിസ്റ്റ് അമേരിക്കൻ കൂട്ടുകെട്ടിൻ്റെ ഈ ചതിക്കുഴികളെ തിരിച്ചറിഞ്ഞ് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന മുന്നേറ്റം ലോകത്തെ മർദ്ദിത ജനതയ്ക്ക് വലിയൊരു പാഠമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്തെ ഒറ്റപ്പെടുത്തുക എന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലെ പണ്ടേയുള്ള തന്ത്രമാണെന്നും ഇറാന്റെ ശാസ്ത്രീയവും സൈനികവുമായ മുന്നേറ്റങ്ങൾ തങ്ങളുടെ അധിനിവേശ മോഹങ്ങൾക്ക് തടസ്സമാകുമെന്ന് അവർക്കറിയാമെന്നും എന്നാൽ ഉപരോധങ്ങളുടെ ചങ്ങലകൾ കൊണ്ട് ഇറാന്റെ നിശ്ചയദാർഢ്യത്തെ ബന്ധിക്കാൻ അവർക്ക് കഴിയില്ലെന്നുമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല, സാങ്കേതിക വിദ്യയിലും മിസൈൽ ശേഷിയിലും ഇറാൻ കൈവരിച്ച വിസ്മയിപ്പിക്കുന്ന വളർച്ച ഇന്ന് ശത്രുക്കൾക്ക് വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മണ്ണിൽ നേരിട്ട് ഒരു ആക്രമണം നടന്നാൽ പ്രതികരണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം മാരകമായിരിക്കും എന്ന ഇറാനിയൻ സൈനിക വക്താക്കളുടെ വാക്കുകൾ തങ്ങളുടെ കരുത്തിലുള്ള അപാരമായ വിശ്വാസത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അത് വെറും ഭീഷണി മാത്രമല്ല, മറിച്ച് ശത്രുവിന് താങ്ങാൻ കഴിയാത്ത നാശനഷ്ടങ്ങൾ വരുത്താൻ ശേഷിയുള്ള ഒരു പ്രതിരോധ നിര ഇറാന് പിന്നിലുണ്ട് എന്ന സൂചനയും കൂടി പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചേർന്ന് പശ്ചിമേഷ്യയുടെ ഭൂപടം തങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റിവരയ്ക്കാൻ ഗൂഢാലോചന നടത്തുമ്പോൾ ഇറാൻ ഒരു വൻമതിൽ പോലെ അവർക്ക് മുന്നിൽ നിലകൊള്ളുകയാണ്. ഗാസയിലും ലെബനനിലും സിറിയയിലും പ്രതിരോധത്തിൻ്റെ വിത്തുകൾ പാകി ഇറാൻ പശ്ചിമേഷ്യയിലെ അധിനിവേശ ശക്തികളുടെ മേൽക്കോയ്മ അവസാനിപ്പിക്കാൻ ഉറച്ച തീരുമാനത്തിൽ കൂടിയാണ്. പട്ടിണിക്കിട്ടും സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചും ഒരു ജനതയെ മുട്ടുകുത്തിക്കാമെന്ന ഈ വ്യാമോഹം ഇറാന്റെ കരുത്തിന് മുന്നിൽ തകർന്നടിയുകയാണ് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ അത് അധിനിവേശ ശക്തികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടല്ല, മറിച്ച് ആ മണ്ണിലെ ജനതയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചായിരിക്കണം എന്നാണ് ഇറാന്റെ ശക്തമായ വാദം. ഇറാന്റെ ഈ പൂർണ്ണ യുദ്ധപ്രഖ്യാപനം വാസ്തവത്തിൽ നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ തുടർച്ച കൂടിയാണ്. പുതിയ വർഷം പശ്ചിമേഷ്യയിൽ ആരുടെ കരുത്താണ് ജയിക്കുക എന്നത് ലോകം ഉറ്റുനോക്കുമ്പോൾ ആത്മാഭിമാനത്തോടെ ശിരസ്സുയർത്തി നിൽക്കുന്ന ഇറാന്റെ പ്രതിരോധം അധിനിവേശ വിശുദ്ധ പോരാളികൾക്ക് ആവേശം പകരുന്നതാണ്. ആകാശത്ത് പറക്കുന്ന പ്രതിരോധത്തിൻ്റെ ആ ചുവന്ന കൊടി ലോകത്തിലെ എല്ലാ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്കും ഒരു വഴികൂട്ടിയായി ഇന്നും ഉയർന്നു നിൽക്കുന്നുണ്ട്. ശക്തമായ ഭാഷയിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തങ്ങളുടെ ശത്രുക്കൾക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പോകുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ഈ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ്. കാരണം ഇറാന്റെ വ്യോമാതിർത്തിയിൽ പാശ്ചാത്യ ഏജൻസികൾ അസാധാരണമായ നീക്കങ്ങൾ കണ്ടെത്തിയതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധ സാഹചര്യം ഉടലെടുത്തു കഴിഞ്ഞു. ഇറാൻ നടത്തുന്ന മിസൈൽ പരീക്ഷണങ്ങളും ഇസ്രായേലിന് നേരെയുള്ള ഒരു അപ്രതീക്ഷിത ആക്രമണത്തിൻ്റെ മുന്നോടിയാണെന്ന് ഇസ്രായേൽ ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീർ US കമാൻഡിന് മുന്നറിയിപ്പും നൽകിയിരുന്നു. തകർന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നന്നാക്കിയും ബാലിസ്റ്റിക് മിസൈൽ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചും ഇറാൻ തിരിച്ചടിക്കാനുള്ള ഒരുക്കത്തിലാണെന്ന സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞു. പക്ഷേ മാത്രമല്ല, ഉപരോധങ്ങളും ആഗോള രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ലോകത്തെ പുതിയ അച്ചുതണ്ടിലേക്ക് കൂടി തള്ളിയിടുകയാണ്. റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ ആഴത്തിലേക്ക് വളരുകയാണ് എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പ്രതിരോധവും ഊർജവും കേന്ദ്രമാക്കിയ സഹകരണം സാങ്കേതിക രംഗത്തേക്കും ഇപ്പോൾ ബഹിരാകാശത്തേക്ക് കൂടി വ്യാപിച്ചു കഴിഞ്ഞു. പാശ്ചാത്യ ഉപരോധങ്ങൾക്കും ആഗോള സമ്മർദ്ദങ്ങൾക്കും ഇടയിലും ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ അടുത്തു കഴിഞ്ഞു. ഇപ്പോഴത്തെ ഉപഗ്രഹ വിക്ഷേപണം കൂടി ഈ ബന്ധം ഭൂമിയിലെ പരിധി കടന്ന് ബഹിരാകാശത്തേക്കും പടരുന്നതിൻ്റെ വ്യക്തമായ പ്രതീകമായി മാറിക്കഴിഞ്ഞു.
ഈ പശ്ചാത്തലത്തിലാണ് റഷ്യ 3 ഇറാനിയൻ ആശയവിനിമയ ഉപഗ്രഹങ്ങളെ വിജയകരമായി ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചത്. കിഴക്കൻ റഷ്യയിലെ വെസ്റ്റോക്നി ലോഞ്ച് പാഡിൽ നിന്ന് റഷ്യൻ റോക്കറ്റാണ് വിക്ഷേപണം നടത്തിയത്. ജൂലൈക്ക് ശേഷം നടപ്പാക്കിയ രണ്ടാമത്തെ പ്രധാന വിക്ഷേപണമായിരുന്നു ഈ റഷ്യയുടെ റോക്കറ്റ് ഉപയോഗിച്ച് ഇറാൻ നടത്തിയത്. ഏകദേശം 500 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് ഉപഗ്രഹങ്ങൾ സ്ഥാപിക്കപ്പെട്ടത്. ഇത് റഷ്യ-ഇറാൻ സാങ്കേതിക സഹകരണത്തിലെ ഒരു ശക്തമായ സന്ദേശവുമായും വിലയിരുത്തപ്പെടുന്നുണ്ട്. പായ, കൗസർ, സഫർ 2 എന്നീ ഉപഗ്രഹങ്ങളാണ് ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞത്. 150 കിലോഗ്രാം ഭാരമുള്ള പായ ആണ് ഇരുവരുടെയും ശ്രദ്ധാകേന്ദ്രമാകുന്നത്. ഇറാൻ ഇതുവരെ വിക്ഷേപിച്ചതിൽ ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമായി ഇത് കണക്കാക്കുന്നുണ്ട്. 35 കിലോഗ്രാം വരുന്ന കൗസർ അതിനൊപ്പമുണ്ടെങ്കിലും സഫർ 2ൻ്റെ ഭാരവിവരം വ്യക്തമാക്കിയിട്ടില്ല. 3 മീറ്റർ വരെ റെസല്യൂഷൻ ചിത്രങ്ങൾ ലഭ്യമാകുന്ന ഈ ഉപഗ്രഹങ്ങൾ ജലവിഭവ മാനേജ്മെൻറ്റ്, കാർഷിക നിരീക്ഷണം, പ്രകൃതി പരിസ്ഥിതി പഠനം എന്നിവയിൽ ഇറാനെ കൂടുതൽ സ്വയം പര്യാപ്തമാക്കുകയും ഇവയുടെ പ്രവർത്തന ആയുസ്സ് ഏകദേശം 5 വർഷം വരെയാണെന്നും വിലയിരുത്തലുകളുണ്ട്. വിക്ഷേപണം ഒരു സാങ്കേതിക നേട്ടമെന്നതിലുപരി ഇരു രാജ്യങ്ങളെയും വളർന്നുവരുന്ന തന്ത്രപരമായ ബന്ധത്തിൻ്റെ പ്രകടനവും കൂടിയായിട്ടുണ്ട്. ഇസ്രായേൽ അമേരിക്കൻ സമ്മർദ്ദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാനെ പിന്തുണയ്ക്കുന്ന നിലപാട് റഷ്യ തുടർന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനുവരിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച തന്ത്രപരമായ ഉടമ്പടി ബന്ധം കൂടുതൽ ദൃഢമാക്കിയിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ഇറാനെതിരായി നടന്ന ആക്രമണത്തിൽ ശാസ്ത്രജ്ഞരും സൈനികരും അടക്കം 1100ഓളം പേരുടെ മരണത്തിന് പിന്നാലെയാണ് ഈ കരാർ നടത്തിയത്. അതിനാൽ തന്നെ ഈ ബഹിരാകാശ പിന്തുണ സാങ്കേതിക സഹകരണത്തിൽ നിന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് രാഷ്ട്രീയ അടുപ്പത്തിൻ്റെ ലക്ഷണവും പുറത്തു വരുന്നുണ്ട്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഈ പുരോഗതിയെ ആശങ്കയോടെ കാണുന്നുണ്ട്. ഇതിൻ്റെ തുടർച്ചയായാണ് നെതന്യാഹു ട്രംപിനെ കാണാനെത്തിയത്. ഉപഗ്രഹ വിക്ഷേപണം UN സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അമേരിക്ക ആരോപിക്കുന്നുണ്ട്. 2023 ഇറാൻ്റെ മിസൈൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഉപരോധങ്ങൾ അവസാനിച്ചെങ്കിലും ഉപഗ്രഹ സാങ്കേതിക വിദ്യ മിസൈൽ വികസനത്തിന് ഉപയോഗപ്പെടുമോ എന്ന സംശയം വാഷിങ്ടൺ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ ഇറാനും റഷ്യയും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ മറികടന്ന് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകളും. ഈ വിക്ഷേപണവുമായി ബഹിരാകാശ സൈനിക മേഖലയിൽ ഇരു രാജ്യങ്ങളും അടുത്ത അധ്യായത്തിലേക്ക് കടക്കുകകൂടി ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ സംയുക്ത ഉപഗ്രഹങ്ങൾ, ഉയർന്ന ശേഷിയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ, പ്രതിരോധ ബഹിരാകാശ പ്രോജക്റ്റുകൾ പോലും യാഥാർത്ഥ്യമാക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അമേരിക്കയും യൂറോപ്യൻ രാഷ്ട്രങ്ങളും കൂടുതൽ കർശനമായ നിലപാടുകൾ സ്വീകരിച്ചാൽ റഷ്യ-ഇറാൻ അച്ചുതണ്ട് കൂടുതൽ ശക്തമാവുകയും ചെയ്യും. ഇതോടെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് തന്നെ ലോകരാഷ്ട്രം എത്തും എന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞു. അതിനിടെയാണ് ഇറാൻ പുതുതായി നിർമ്മിച്ച മാരകശേഷി അടക്കം ഉള്ളവയടക്കം ഡസൻ കണക്കിന് മിസൈലുകൾ പരീക്ഷിച്ച് വാർത്തകളിൽ ഇടം നേടിയത്. ടെഹ്റാൻ ഉൾപ്പെടെയുള്ള വിവിധ നഗരങ്ങളിൽ ഇറാൻ മിസൈൽ പരീക്ഷണം നടത്തിയെന്നാണ് വാർത്തകൾ പുറത്തു വന്നത്. ഇതേ തുടർന്ന് ഇസ്രായേലും അമേരിക്കയും ചർച്ച നടത്തുക കൂടിയുണ്ടായി. രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനാണ് ആയുധ പരിപാടി എന്ന നിലപാട് തുടരുന്നതിനിടെയാണ് ഇറാൻ സൈന്യം മിസൈൽ പരീക്ഷണം നടത്തിയത്. എങ്കിലും ഇസ്രായേലിനെതിരെ അപ്രതീക്ഷിത ആക്രമണം നടത്താൻ ടെഹ്റാൻ മിസൈൽ പരീക്ഷണം മറയാക്കി ഉപയോഗിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതുതന്നെയാണ് ഇറാൻ്റെ ലക്ഷ്യവും എന്ന് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം ആയുധങ്ങൾ നൽകിക്കൊണ്ട് റഷ്യ ഒപ്പം തന്നെ എത്തിയിട്ടുമുണ്ട് അവർക്കൊപ്പം.